ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, അതേപോലെ തന്നെ ലഞ്ച് പ്രിപ്പറേഷൻ, വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മോളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ പോയി. അതിന് ശേഷം പിന്നെ ഞാൻ ലഞ്ചിനുള്ള പയറുപ്പേരിയും അതേപോലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി ആണ് വെക്കുന്നത്. അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മീൻ കറിക്കുള്ള മീനിനുള്ള മുളക് കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമുക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത്, അതായത് നമ്മുടെ മാങ്ങ കുറേ ഉണ്ടാകുന്ന സമയത്ത് കുറേയൊക്കെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കണ്ടെയ്നറിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ മാങ്ങ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറേ മാങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ തൊലി ചെത്തിയിട്ട് ഒരു കണ്ടെയ്നറിൽ തൊലി ചെത്തിയിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ വേനൽ സമയത്ത് അതൊക്കെ ഉണക്കിയിട്ട് മാങ്ങാത്തോലാക്കുകയായിരുന്നു. ഇപ്പോൾ ആരും അതിനൊന്നും മെനക്കെടാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് മീൻ കറിയിൽ മാങ്ങ ഇട്ടിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണം മാങ്ങ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അത് വെന്ത് വരും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറിക്കുള്ള മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ മസാല പുരട്ടി വയ്ക്കും വേണം. അപ്പോൾ ഇന്ന് ഞാൻ മുകളിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. മുകളിലത്തെ റൂമൊക്കെ ഫുൾ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഡൈനിങ് ഹാളാണ് ഇന്ന് മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വിസിറ്റിംഗ് റൂമും അതേപോലെ തന്നെ ഡൈനിങ് ഹാളാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടി ക്ലീൻ ചെയ്യാനുള്ള കാരണം വേഗം പണിയൊക്കെ തീർത്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ക്ലീൻ ആക്കുന്ന ഇടയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ മീനൊക്കെ മസാല പുരട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡൈനിങ് ഹാളാണ്. അപ്പോൾ ആദ്യം ഒന്ന് മാറാലൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. എല്ലായിടവും സോഫയുടെ താഴെയും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും കസേരയും അതേപോലെ തന്നെ ടേബിളും കസേരയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഫാനും എല്ലാം തുടച്ചെടുക്കുക. ഫാനും ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് അതേപോലെ ലൈറ്റ് ഇതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. അതിലൊക്കെ നന്നായിട്ട് പൊടി അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ മാറാലകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊക്കെ തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സോഫയുടെ കാലും സോഫയുടെ അടിഭാഗം ഒക്കെ അടിച്ചെടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ഫുള്ള് നന്നായിട്ടൊന്ന് 2 തവണ ഹാളൊന്ന് അതേപോലെ തന്നെ ഫ്രണ്ട് ഏരിയയും ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കിയത് ഞാനിങ്ങനെയാണ്. ചിക്കൻ്റെ ലെഗ് പാർട്സ് താഴെയുള്ള ആ ഭാഗം ഒരു ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ട്. ചിക്കൻ വാങ്ങുമ്പോൾ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യിക്കാം. അതല്ലെങ്കിൽ ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങിയിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർക്കാം. അപ്പോൾ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കളർഫുൾ ആവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓറഞ്ച് കളറാണ് എടുത്തത്. നിങ്ങൾക്ക് റെഡ് കളറോ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇനി ഗ്രീൻ കളറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കളർ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനെ ഒന്ന് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. മൊത്തം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ലെഗ് പീസും അതേപോലെ തന്നെ താഴെയുള്ള ഒക്കെ നല്ല മീറ്റുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്കൊരു മസാല വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മസാലയിൽ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുതിന മല്ലിച്ചപ്പ്, മെയിനായിട്ട് പുതിന മല്ലിച്ചപ്പാണ്. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഒക്കെ ഒരു ചെറിയ പീസ് മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ കളർ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ മസാലയിലേക്ക് മുളക് പൊടി ചേർക്കാം. നിർബന്ധമല്ല, കാരണം പച്ചമുളക് തന്നെ അത്യാവശ്യം
എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര എരിവ് മതി എന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതി. അതല്ലെങ്കിൽ കുറച്ച് റെഡ് ചില്ലി കൂടെ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഞാൻ ഈ ചിക്കന് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് ഏത് പാർട്സ് വേണമെങ്കിലും ഇതേപോലെ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനെ ഞാൻ മസാല ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും, ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും നന്നായിട്ട് മസാല പുരട്ടിയെടുക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഈ ചിക്കൻ്റെ രണ്ട് സൈഡ് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചാൽ നമുക്ക് നല്ല മസാല പിടിക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ അങ്ങനെ മുങ്ങി കിടക്കണ അത്ര ഒന്നും ഓയിൽ വേണ്ട. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വരണം, നന്നായിട്ട് വെന്തും വരണമല്ലോ ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം പിന്നെ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ചിക്കനെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ആ മസാലയോട് കൂടെ തന്നെ ബട്ടർഫ്ലൈ ചിക്കനെ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കാരണം ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും വേണം, എന്നാൽ ഈ മസാല ഒട്ടും തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം നമുക്കിത്. അപ്പോൾ ചെറിയ സിമ്മിൽ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കും വേണം. ചെറിയ സിമ്മിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം നന്നായി വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് പൊന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം ഇത് വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ അടിഭാഗം മൊരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാം. അപ്പോൾ ചിക്കനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ചിക്കനെ മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇന്ന് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർഫ്ലൈ ചിക്കനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്താണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായി എന്നും ഇഷ്ടമായില്ലെങ്കിൽ ഇല്ല എന്നുള്ളത് കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.